എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും PSC എൽഡോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോ ചെയ്യുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ ഒരേ സ്വരത്തോടെ പ്രതീക്ഷയോടെ നോക്കിക്കണ്ട ഒരു ഫയൽ പാസ്സാക്കപ്പെടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിട്ടുണ്ട്. CPO 2023 TP ഫയൽ മുഖ്യമന്ത്രി അങ്ങനെ ഒടുവിൽ സൈൻ ചെയ്തു. കഴിഞ്ഞ മാസം, കൃത്യമായി പറഞ്ഞാൽ ഓഗസ്റ്റ് 13-ാം തീയതി CMൻ്റെ ടേബിളിലേക്ക് എത്തിയ ഈ ഒരു ഫയലിന് പിന്നാലെയായിരുന്നു ഞാനും നിങ്ങളും എല്ലാവരും തന്നെ. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം നിങ്ങൾ ആ ഒരു വോയിസ് റെക്കോർഡ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. കൃത്യമായും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഇത്തരമൊരു ഫയലുമായി ബന്ധപ്പെട്ട് കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ആ തുടക്കത്തിൽ തന്നെ TP അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഫയൽ CPO ബന്ധപ്പെട്ട ഫയൽ എന്ന് പറയുമ്പോൾ തന്നെ അത് പാസ്സായി എന്നുള്ള അനുകൂല മറുപടി അവിടെ നിന്നുണ്ടാകുന്ന സാഹചര്യം വളരെയധികം സന്തോഷം തരുന്നതാണ്. അപ്പോൾ ആ ഒരു റെക്കോർഡ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും, വോയിസ് റെക്കോർഡ്. അപ്പോൾ കൃത്യമായും TP പാസ്സായി എന്നുള്ള വിവരം സത്യമാണ്. അപ്പോൾ വളരെ സന്തോഷകരമായ കാര്യമാണ്. കാര്യം ഓണം വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഓണത്തിന് മുന്നേ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്ത സർക്കാരിനും CMനും ആദ്യമേ ഒരു അഭിവാദ്യം അർപ്പിക്കുന്നു. ഇനി ഈ ഫയല് കൃത്യമായി പറഞ്ഞാൽ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പോവുകയും ഓർഡറായി പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പോവുകയും അവിടെ വച്ച് ഓരോ ബറ്റാലിയൻ്റെയും സ്ട്രെങ്തിന് ആനുപാതികമായി, റിട്ടയർമെൻറ്റിനൊക്കെ ആനുപാതികമായി എണ്ണം നിശ്ചയിക്കപ്പെടുകയും ശേഷം ഓരോ ബറ്റാലിയൻ്റെയും എണ്ണം അപ്രൂവ് ചെയ്യപ്പെട്ടുകൊണ്ട് PSCയിലേക്ക് ഇത് ഒഴിവായി വിടുന്നു. PSC ഈ വിടുന്ന അല്ലെങ്കിൽ PSCയിലേക്ക് എത്തുന്ന ഈ ഒഴിവിനെ PSC അഡ്വൈസ് ചാർട്ട് തയ്യാറാക്കുന്നു. ഇതാണ് ഇനിയുള്ള ഒരു പ്രക്രിയ എന്ന് പറയുന്നത്. ഇനി കുറേ ദിവസങ്ങളെ ഏകദേശം ഒരു 2 ആഴ്ച മുന്നെയാണ് ഈ ഒരു, അല്ലെങ്കിൽ 2 ആഴ്ചയോ ഒരു 10-20 ദിവസങ്ങൾക്ക് മുന്നെയാണ് CPI ബന്ധപ്പെട്ട CPO 2023 ബന്ധപ്പെട്ട ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം നാളിതുവരെ ഞാൻ ചെയ്ത വീഡിയോയ്ക്കെല്ലാം തന്നെയും താഴെ കൃത്യമായും TP എന്തായി, സിവിൽ പോലീസ് ഓഫീസറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സിവിൽ പോലീസ് ഓഫീസർ 2023 ബന്ധപ്പെട്ട കൃത്യമായ സംശയങ്ങൾ നിങ്ങളിങ്ങനെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ TP ഒന്നും ആവാതെ ഇനി ഒരു വീഡിയോ ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്ന് വിചാരിച്ചിട്ടാണ് അത്തരത്തിലൊരു വീഡിയോ ചെയ്യായിരുന്നത്. നിങ്ങളുടെ സംശയങ്ങളെല്ലാം കൃത്യമായി കാണുന്നുണ്ടായിരുന്നു. കൃത്യമായി അതെല്ലാം ഒരു പേപ്പറിലേക്ക് എഴുതിയെടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും മറുപടി തരാതിരുന്നത് TP പോലൊരു വലിയ ഫയൽ, ഈ ഒരു CPO റാങ്ക് ലിസ്റ്റിനെ താങ്ങി നിർത്താൻ കെൽപ്പുള്ളൊരു ഫയൽ പാസ്സാവാതെ ഇനിയൊരു വീഡിയോയിലേക്ക് കടക്കുന്നത് യുക്തിഭദ്രമല്ല എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. കണ്ടിട്ടും ആ സംശയങ്ങളെല്ലാം എഴുതിയെടുത്തിട്ടും ഒരു വീഡിയോ ആയി ചെയ്യാതിരുന്നതിനുള്ള വ്യക്തമായ കാരണം, ഈ ഒരു നിമിഷത്തിൽ ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി തരുന്നത് ഏറ്റവും അനുയോജ്യമായ സമയമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളെല്ലാം ഏകദേശം ക്രോഡീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ അധികം കമൻറ്റ് വന്നെങ്കിലും ഏകദേശം അതിനെല്ലാം സോർട്ട് ഔട്ട് ചെയ്യുമ്പോൾ ഒരു 4-5 ക്വസ്റ്റ്യനാണ്, അത് ക്വസ്റ്റ്യനിലേക്കാണ് അത് ചുരുങ്ങുന്നത്. അതിലേറ്റവും കൂടുതൽ വന്ന ചോദ്യം TP എന്നത്തേക്കുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള മറുപടി ആദ്യമേ ആമുഖമായി ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കഴിഞ്ഞു TPയുടെ കാര്യത്തിൽ. ഇനി രണ്ടാമത് വരുന്ന ചോദ്യം, ഏറ്റവും അധികം വരുന്നൊരു ചോദ്യമാണ് TP എത്ര എണ്ണം ഉണ്ടാവും എന്നുള്ളത്. അത് ആദ്യമേ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ അല്ലെങ്കിൽ TPയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ CPയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്ത വീഡിയോയിൽ കൃത്യമായും ആ ഒരു എണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ TPയുടെ എണ്ണം കുറഞ്ഞു എന്നുള്ളൊരു ന്യൂസ് നിങ്ങളിലേക്ക് എത്തി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ന്യൂസ് നിങ്ങൾ പടരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സംശയം നിങ്ങൾ വീണ്ടും ഉന്നയിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ മുൻപ് വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ 1200 മുതൽ 1400 വരെയാണ് TP കിട്ടാറ്. 1200 സിവിൽ പോലീസ് ഓഫീസർക്കും അതുപോലെ തന്നെ 200 വേക്കൻസി WCPOയ്ക്കുമാണ് സാധാരണഗതിയിൽ TP അലോട്ട് ചെയ്യാറുള്ളത്. അങ്ങനെ തന്നെയാണ് മുൻകാല കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാവുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാം പറഞ്ഞതുപോലെ തന്നെ ഇപ്രാവശ്യവും ആ ഒരു ഇത് തന്നെയാണ് വരാൻ സാധ്യത. 1200 CPO, അതുപോലെ തന്നെ 200 വിമൻസ് CPO, ടോട്ടൽ 1200 TP വേക്കൻസി. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിനും അതിന് മുൻപത്തെ റാങ്ക് ലിസ്റ്റിനും ഈ ഒരു ക്രൈറ്റീരിയയിൽ തന്നെയാണ് TP പാസ്സായിട്ടുള്ളത്.
ചില ഉദ്യോഗാർത്ഥികൾ കമൻറ്റ് ബോക്സിൽ സംശയമായി ചോദിച്ചത് ഈ പറഞ്ഞതുപോലെ 1000 CPOയും 200 വുമൺ CPOയും, അതായത് ടോട്ടൽ 1200 TP ചുരുങ്ങുമോ എന്നുള്ളതാണ്. ഇല്ല, അങ്ങനെ ചുരുങ്ങാൻ ഒരു സാധ്യതയും കാണുന്നില്ല. ഉറപ്പായും, അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ വരാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ കണക്കാക്കുന്നത് 1400 തന്നെയാണ്. 1200 CPO, 200 വുമൺ CPO എന്നുള്ളത്. പിന്നെ ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് TPയുടെ 1200 എണ്ണമാണെങ്കിൽ അതിൻ്റെ ബറ്റാലിയൻ വൈസുള്ള വേക്കൻസി ഏകദേശം ഒരു കണക്ക് പറയാമോ എന്നുള്ളത്. അപ്പോൾ ഒരു അപ്രൂവ്ഡ് അല്ലെങ്കിൽ ഒരു ഏകദേശ കണക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏറെക്കുറെ ശരിയാകണം എന്നില്ല, ചിലപ്പോൾ ശരിയാകാം. അത് ഈ ഒരു സമയത്ത് അങ്ങനെ ഒരു ഈ TP പാസ്സായിരിക്കുന്ന സമയത്ത് നമ്മൾ അത്തരത്തിലൊരു ഓരോ ബറ്റാലിയൻ ഇത്ര വേക്കൻസി വരാം എന്ന് അല്ലെങ്കിൽ കൃത്യമായ എണ്ണം പറയുന്നതിൽ അർത്ഥമില്ല. കാര്യം വരും ദിവസങ്ങളിൽ തന്നെ അതൊരു ഓർഡറായി ഒരു PDF രൂപത്തിൽ നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ അതിനി വലിയ ദൂരമില്ല, വലിയ താമസമില്ല. അപ്പോൾ ആ ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഇത്തരത്തിലൊരു ഏകദേശ കണക്ക് പറയുന്നതിൽ അർത്ഥമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ബറ്റാലിയൻ വൈസ് TP വേക്കൻസി ഒരു ഏകദേശ കണക്ക് ഞാനിവിടെ പറയുന്നില്ല. അപ്പോൾ ആ സംശയത്തിനുള്ള മറുപടി ഇതാണ്. ഇനി അടുത്തൊരു സംശയമാണ്, ഫസ്റ്റ് ബാച്ച് എപ്പോഴുണ്ടാവും? കുറേയധികം ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്ന സംശയമാണിത്. അപ്പോൾ ഈ ഒരു ഫയൽ PHQലെത്തി അവിടെ എണ്ണം അപ്രൂവായി PSCക്ക് വിടുന്നു. PSC കൃത്യമായും റൊട്ടേഷൻ ചാർട്ട് തയ്യാറാക്കുന്നു. പിന്നീട് ഇത് പ്രകാരമുള്ളൊരു അഡ്വൈസ് തയ്യാറാക്കുന്നു. PSC ഇതിലേക്ക് അഡ്വൈസ് അയക്കുന്നു. പിന്നീട് PSCയുടെ ജോലി ഇതോടുകൂടി അവസാനിക്കുന്നു. അഡ്വൈസ് തയ്യാറാക്കി അല്ലെങ്കിൽ അഡ്വൈസ് ലഭിക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മെഡിക്കലിന് അറ്റൻഡ് ചെയ്യുന്നതിനുള്ള പേപ്പർ അയക്കുന്നു. പിന്നീട് മെഡിക്കൽ പ്രോസസ്സിനുള്ള ഒരു ടൈം പീരീഡാണ്, ഏകദേശം 2 ആഴ്ചയോളം നീണ്ടു നിൽക്കുന്നൊരു പ്രോസസ്സായിരിക്കും. ഒരു ഉദ്യോഗാർത്ഥിക്കല്ല, മറിച്ച് എല്ലാവർക്കും കൂടി കൃത്യമായി ഒരു 50-നകത്ത് ഉദ്യോഗാർത്ഥികളായിരിക്കും സാധാരണഗതിയിൽ ഈ ഒരു മെഡിക്കൽ പ്രോസസ്സിന് തയ്യാറെടുക്കുക. അപ്പോൾ എല്ലാ ബാറ്റലിയനും കൂടി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഏകദേശം അത്തരത്തിലൊരു സമയപരിധി എടുക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ട്രെയിനിങ് തരുന്നതിന് വേണ്ടി ഹവൽദാർമാർക്ക്, അതായത് നമ്മുടെ ട്രെയിനിങ് ഇൻസ്ട്രക്ടർമാർക്ക് ഒരു ചെറിയൊരു ബേസിക് ട്രെയിനിങ് കൊടുക്കുന്നൊരു പരിപാടി എല്ലാ ട്രെയിനിങ് ബാച്ചിനൊപ്പവും ഇത് നടത്തപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ബാച്ചിലും ഇതുണ്ടായിരുന്നു, അതിന് മുമ്പത്തെ ബാച്ചിൽ ഇതുണ്ടായിരുന്നു. ഏകദേശം 30 ദിവസത്തോളം വരുന്നൊരു ബേസിക് ട്രെയിനിങ് ആണ്. ഇവരെല്ലാം തന്നെയും എല്ലാ ട്രെയിനിങ് ബാച്ചിനും ഇവർ തന്നെയാണ്, അല്ലെങ്കിൽ ഏറെക്കുറെ ട്രെയിനിങ് കൊടുക്കുന്നവർ തന്നെയാണ്. എങ്കിൽ പോലും ഇതൊരു പ്രക്രിയയായി, അതായത് ഒരു ട്രെയിനിങ് ബാച്ച്, ഫസ്റ്റ് ട്രെയിനിങ് ബാച്ച്, പുതിയൊരു ബറ്റാലിയൻ, പുതിയൊരു ബാച്ച് ട്രെയിനിങ് ബാച്ച് തുടങ്ങുന്നതിന് മുന്നേ ഇത്തരത്തിലൊരു ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സാഹചര്യം പണ്ട് മുതൽക്കേ നിലവിലുള്ളതാണ്. വളരെ തുച്ഛമായ ദിവസങ്ങൾ, അതായത് ഒരു മാസത്തിനടുപ്പിച്ച ദിവസങ്ങളിലാണ് ഈ ട്രെയിനിങ്. അത് SIമാരുണ്ടാവാം, ഹവൽദാർമാരുണ്ടാവാം. അത്തരത്തിലുള്ള ഒരു ചെറിയൊരു ട്രെയിനിങ് ഇതാണ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിനും കുറച്ച് സമയം വേണ്ടി വരുന്നുള്ള സാഹചര്യം നിലവിലുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഓണമൊക്കെയാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ ഓണത്തിൻ്റെ അവധിയൊക്കെ നിലവിൽ വരാൻ പോകുന്നു. അപ്പോൾ അതിൻ്റെയും ചെറിയൊരു ബുദ്ധിമുട്ട് നേരിടും. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഫസ്റ്റ് ബാച്ച് കയറാൻ സാധ്യത ഏകദേശം നവംബർ തന്നെയാണ്. നവംബർ പകുതിയോടുകൂടി തന്നെ ഫസ്റ്റ് ബാച്ച് കയറും നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാം. ആ ഒരു സാഹചര്യത്തിൽ കൂടി തന്നെയാണ് നമ്മൾ നിലവിൽ കടന്നു പോകുന്നത്. പിന്നെ ധാരാളമായ ചോദ്യമാണ്, ക്യാമ്പ് ഡ്രോപ്പ് വേക്കൻസി ഈ ബാച്ചിന് ലഭിക്കുമോ, ഫസ്റ്റ് ബാച്ചിന് ലഭിക്കുമോ എന്നുള്ളത്. ഉറപ്പായും ഈ ഒരു ബാച്ചിന് ലഭിക്കും. അത് ഫസ്റ്റ് ബാച്ചിൽ തന്നെ ക്യാമ്പ് ഡ്രോപ്പ് വേക്കൻസി ലഭിക്കും എന്നുള്ളത് ഉറപ്പായും അങ്ങനെ തന്നെയാണ്. ഏതൊക്കെ വേക്കൻസിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം TPയും അതുപോലെ തന്നെ ക്യാമ്പ് ഡ്രോപ്പ് വേക്കൻസിയും അതുപോലെ തന്നെ NJD വേക്കൻസി ആയിരിക്കും ഫസ്റ്റ് ബാച്ചിൽ മുന്നിട്ട് നിൽക്കുക, ഫസ്റ്റ് ബാച്ചിൽ ലഭിക്കുക എന്നുള്ളതും നമുക്ക് വ്യക്തമാക്കി പറയാൻ സാധിക്കും. അതിൽ ഏറ്റവും കൂടുതൽ ബൾക്ക് വേക്കൻസി ഉള്ളത് TP തന്നെയാണ്. ഇനി സെക്കൻഡ് ബാച്ച് ഉണ്ടാവുമോ എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. ഉറപ്പായും സെക്കൻഡ് ബാച്ച് ഉണ്ടാവും. പക്ഷേ ഫസ്റ്റ് ബാച്ചിനെ പോലെ അത്രയും ബൾക്ക് വേക്കൻസി വരാൻ സാധ്യതയില്ല. ഫസ്റ്റ് ബാച്ചിൻ്റെ NJD ആയിരിക്കും അതിൽ കൂടുതലും ഒഴിവും. നിലവിലെ സ്ഥിതി പരിശോധിക്കുകയാണെങ്കിൽ മറ്റു ഫയലുകൾ ഒന്നും തന്നെ പാസ്സാവാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളതെങ്കിൽ NJDയും അല്ലറ ചില്ലറ ഒഴിവുകളും കൂടി ചേർത്തുകൊണ്ട് ഒരു 7 ബറ്റാലിയനും കൂടി ഒരു സിംഗിൾ ട്രെയിനിങ് സെൻറ്റർ തുടങ്ങാനാണ്, അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് ബാച്ച് ആരംഭിക്കാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ കാര്യം ഓരോ ബറ്റാലിയനും അത്രയും വലിയ NJD ഒന്നും വരാൻ സാധ്യതയില്ല. അപ്പോൾ എല്ലാ ബറ്റാലിയനും കൂടി ഒരു
ബാച്ച് തുടങ്ങത്തക്ക രീതിയിലുള്ള ഒരു ഒഴിവ് റിപ്പോർട്ട് ചെയ്യപ്പെടും, അല്ലെങ്കിൽ NJD റിപ്പോർട്ട് ചെയ്യപ്പെടും. അത്രയും NJDക്ക് ഒരു ബാച്ചായി ഇതിനെല്ലാം കൂടെ 7 ബറ്റാലിയൻ കൂടെ ഏകീകരിച്ചുകൊണ്ട് ഒരു ട്രെയിൻ സെൻ്റർ, അത് കെപ്പയിലോ എവിടെയെങ്കിലും ഒരു ട്രെയിൻ നടത്താനാണ് ഇതെല്ലാം കൂടെ അറ്റാച്ച് ചെയ്തുകൊണ്ട് 7 ബറ്റാലിയനെ അറ്റാച്ച് ചെയ്തുകൊണ്ട് ഒരു ട്രെയിനിങ് ബാച്ച് തുടങ്ങാനാണ് സാധ്യത നിലവിലത്തെ സാഹചര്യത്തിലാണ്. കാര്യം മറ്റ് വലിയ ഫയലുകളൊന്നും അപ്രൂവ് ആയില്ല എന്നുള്ള സാഹചര്യമാണ് ഞാൻ പറയുന്നത്. മറ്റേതെങ്കിലും ഫയലുകൾ അപ്രൂവ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ കാര്യങ്ങൾ സ്ഥിതി വീണ്ടും മാറി മറിയും. ഒരു സെക്കൻഡ് ബാച്ചോ തേർഡ് ബാച്ചിലേക്ക് പോകുന്ന സാഹചര്യം നിലവിലുണ്ടാവും. ഇതൊരു നെഗറ്റീവായി പറയുന്നതല്ല. കാര്യം നമ്മൾ മുന്നിൽ കാണുന്ന ബൾക്ക് വേക്കൻസി എന്ന് പറയുന്നത് TP ആണ്. TPക്ക് അപ്പുറത്തേക്ക് ഇതര ഫയലുകൾ പാസ്സായാൽ മാത്രമേ അത്തരത്തിൽ ബൾക്ക് വേക്കൻസി സാധ്യത നിലവിൽ വരുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള കാര്യം പറഞ്ഞത്. ഇല്ലാത്ത പക്ഷം ഇതര എല്ലാ ബറ്റാലിയനോട് ചേർത്ത് വളരെ ചുരുങ്ങിയ വേക്കൻസി എല്ലാം കൂടെ ചേർത്ത് അത്യാവശ്യം ഒരു ബാച്ച് തുടങ്ങുന്ന വേക്കൻസിയിലേക്ക് മാറ്റിക്കൊണ്ട് ഒരു ട്രെയിൻ സെൻറ്ററിലേക്ക്, ഏകീകരിച്ച ട്രെയിൻ സെൻറ്ററിലേക്ക് മാറ്റുന്ന സാഹചര്യങ്ങളാണ് മുൻകാലങ്ങളിൽ നിലവിലുണ്ടായിട്ടുള്ളത്. അത് നിങ്ങൾ കഴിഞ്ഞ ബാച്ചിൻ്റെ അല്ലെങ്കിൽ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൻ്റെ ഏറ്റവും അവസാനം കയറിയ ബാച്ചുകൾ പരിശോധിച്ചാൽ ഈ ഒരു സ്ഥിതി മനസ്സിലാകും. അവരെ തൃശ്ശൂരിലേക്ക് മാറ്റിക്കൊണ്ട്, ഏകീകരിച്ചുകൊണ്ട് തൃശ്ശൂരിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം. അപ്പോൾ വളരെ കുറച്ച് വേക്കൻസിയിലുണ്ടായിരുന്നത് അവരെല്ലാം കൂടെ ഏകീകരിച്ചും തൃശ്ശൂരിലേക്ക് മാറി ട്രെയിൻ കൊടുക്കുന്ന സാഹചര്യം നിലവിലുള്ളത്. അപ്പോൾ സെക്കൻഡ് ബാച്ചും അങ്ങനെ നടക്കാനാണ് ഒരു സാധ്യത കാണുന്നത്. എന്നാൽ മറ്റേതെങ്കിലും ഫയലുകൾ വരികയാണെങ്കിൽ കാര്യങ്ങൾ മാറി മറിയും എന്ന് വീണ്ടും പറയുന്നു. ഇനി വന്നൊരു ചോദ്യമാണ് സ്ട്രെങ്തനിങ് ഫയൽ ഈ ബാച്ചിന് ലഭിക്കുമോ എന്നുള്ളൊരു ചോദ്യം. അത് വല്ലാത്തൊരു ചോദ്യമാണ്. കാരണം നിലവിൽ ഈ ഫയൽ സ്ഥിതി ചെയ്യുന്നത് ഫിനാൻസ് വകുപ്പിലാണ്. കൃത്യമായി പറഞ്ഞാൽ ഫിനാൻസ് സെക്രട്ടറിയുടെ കയ്യിലാണ് ഈ ഒരു ഫയൽ സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ ഇരിക്കുന്നത്. ഇതൊരു ബൾക്ക് വേക്കൻസി ഫയലാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ ഈ ഒരു ഫയൽ പാസ്സായാൽ അതിൻ്റെ ഉപകാരം ലഭിക്കുക CPO 2023, CPO 2024, വിമൺ CPO 2023, വിമൺ CPO 2024, പിന്നെ SI നിലവിൽ ഉള്ള റാങ്ക് ലിസ്റ്റിനും ഇപ്പോൾ നടക്കാൻ പോകുന്ന ഒരു റാങ്ക് ലിസ്റ്റുമാണ് ഇതിൻ്റെ ഒരു പ്രയോജനം ലഭിക്കുക. അത്രത്തോളം തന്നെ പോസ്റ്റ് ക്രിയേഷന് സാധ്യതയുള്ള ഒരു ഫയലാണ് ഈ പറയുന്ന സ്ട്രെങ്തനിങ് ഫയൽ. അതായത് ഓരോ പോലീസ് സ്റ്റേഷനിലേക്കും അധികമായും വേണ്ട പോലീസുകാരുടെ എണ്ണം തിട്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫയൽ കൂടിയാണ് ഈ പറയുന്ന സ്ട്രെങ്തനിങ് ഫയൽ. അതായത് സാധാരണഗതിയിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിലൂടെ സ്റ്റേഷനിലേക്ക് എത്തുന്ന ഉദ്യോഗാർത്ഥികൾ, കൃത്യമായും പറഞ്ഞാൽ CPO, SI, അതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അവർക്ക് ഏറ്റവും കൂടുതൽ മുൻതൂക്കം കിട്ടുന്ന ഒരു ഫയലാണ് സ്ട്രെങ്തനിങ് ഫയൽ. അപ്പോൾ ഇത് പാസ്സാവണമെങ്കിൽ അത്യാവശ്യം നല്ല പോലെ പണിയെടുക്കേണ്ടി വരും. അത്തരത്തിൽ നിങ്ങൾ പണിയെടുക്കുകയാണെങ്കിൽ ഈ ഒരു നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള ഒരു CPO, വിമൺ CPO റാങ്ക് ലിസ്റ്റ് തീർന്നു പോകാൻ ഈ ഒരു ഫയൽ മാത്രം മതിയാകും. വരുന്ന റാങ്ക് ലിസ്റ്റിനും ഇത് മുതൽക്കൂട്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ഫയൽ സ്ട്രെങ്തനിങ് ഫയൽ പാസ്സാവണമെന്ന് കൃത്യമായും നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനും പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിനൊക്കെ നല്ല താല്പര്യമുള്ള കാര്യമാണ്. കാര്യം കഴിഞ്ഞ മാസം ഞാൻ പറഞ്ഞിരുന്നു IG ഹർഷിത പട്ടേൽ കേരള പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും ആഭ്യന്തര വകുപ്പിലേക്ക് ഈ ഒരു കത്തയക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അതായത് CPOമാരുടെ 6500ഓളം തസ്തികയെങ്കിലും സൃഷ്ടിച്ചാൽ മാത്രമേ ഒരു പരിധി വരെയെങ്കിലും ഈ പറയുന്ന 8 മണിക്കൂർ ജോലി, മാനസിക സമ്മർദ്ദം കുറയ്ക്കൽ, ആത്മഹത്യാ പ്രവണത കുറയ്ക്കൽ, ഇതിനൊക്കെ ഒരു പരിധി വരെയെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കൂ എന്നുള്ള ഒരു കത്ത് നമ്മുടെ ആഭ്യന്തര വകുപ്പിന് ഹോം ഡിപ്പാർട്ട്മെൻറ്റ് അയക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇത് ഞാൻ പറഞ്ഞത് CPOയുടെ കാര്യം മാത്രമാണ്. അത് ആനുപാതികമായ എണ്ണം SIക്കും വിമൺ CPOയ്ക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ 6500 ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും ഒരു 1000 എങ്കിലും കിട്ടിയാൽ സുഖസുന്ദരമായി 7 ബറ്റാലിയന് തീർന്നു പോകുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് പോലീസ് വകുപ്പിന് നല്ല താല്പര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടി നല്ല താല്പര്യം കാണിക്കുകയാണെങ്കിൽ, കാര്യം സർക്കാർ അത്രത്തോളം സാമ്പത്തിക പ്രതിസന്ധിയിൽ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് നിൽക്കുന്നത്. ഈ ഒരു അവസരത്തിൽ ഇത്രയും വലിയൊരു ബൾക്ക് വേക്കൻസി ഫയൽ സർക്കാർ പാസ്സാക്കണമെന്നുണ്ടെങ്കിൽ അതിന് നല്ല പണിയെടുക്കണം. നല്ല പൊളിറ്റിക്കൽ പ്രഷർ, നല്ല ഉദ്യോഗസ്ഥ തല സമ്മർദ്ദം, ഇതെല്ലാം
അത്യാവശ്യം നല്ലതുപോലെ കൊടുത്താൽ മാത്രമേ കാര്യം ഇനി വലിയ ദിവസങ്ങളൊന്നും നമ്മളുടെ മുന്നിലില്ല. ലിസ്റ്റിൻ്റെ ഏതാണ്ട് പകുതിയോടടുത്തു, അല്ലെങ്കിൽ പകുതിക്ക് കഴിഞ്ഞു. ലിസ്റ്റിൻ്റെ കാലാവധിയുടെ പകുതി കഴിഞ്ഞു. അപ്പോൾ വളരെ ചുരുങ്ങിയ സമയമാണ് നമുക്ക് നിലവിലുള്ളത്, നമുക്ക് മുന്നിലുള്ളത്. അപ്പോൾ ഈ ഒരു ചുരുങ്ങിയ സമയത്ത് ഇത്രയും വലിയൊരു ഫയൽ, ഇത്രയും സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്രയും വലിയൊരു ഫയൽ പാസ്സാക്കണമെങ്കിൽ അത്രയും വലിയൊരു പൊളിറ്റിക്കൽ പ്രശ്നം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണം. അപ്പോൾ നിങ്ങൾ ഈ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ കാര്യം മാത്രമല്ല, ഇനി വരാൻ പോകുന്നവർക്ക് ഇതൊരു ഉപകാരം തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാം കൂടി ചേർന്നുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന സാഹചര്യം, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പൊളിറ്റിക്കൽ പ്രഷർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ വൈസ് എന്തെങ്കിലുമൊക്കെ ഒരു ആനുകൂല്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ പിടിപാടുള്ളവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ അത്തരത്തിലുള്ള പിടിപാടുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സോഫ്റ്റ് കോർണറൊക്കെ ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഈ റാങ്ക് ലിസ്റ്റിന് ഉപകാരപ്പെടും. ഒട്ടനവധി റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഒട്ടനവധി ഉദ്യോഗാർത്ഥികൾക്ക് ഇത് തീർച്ചയായും ഉപകാരപ്പെടും. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ശ്രമിച്ചത്. അപ്പോൾ ഒരിക്കൽ കൂടി വളരെയധികം സന്തോഷം, ഈ ഒരു സർക്കാരിന് അഭിവാദ്യം നേരുന്നു. കാരണം ഈ ഒരു ഓണക്കാലത്ത് കുറേയധികം കുടുംബങ്ങളുടെയെങ്കിലും കണ്ണീരൊപ്പാൻ, കുറേയധികം കുടുംബങ്ങളിലേക്കെങ്കിലും ചിരി വളർത്താൻ ഈ ഒരു സർക്കാരിന് സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ തീർച്ചയായും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട CPI ബന്ധപ്പെട്ട ഇനിയും ഒട്ടനവധി അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കും. അപ്പോൾ തീർച്ചയായും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മുൻകാലങ്ങളിൽ ഞങ്ങളുടെ വീഡിയോയ്ക്ക് നിങ്ങൾ കൃത്യമായി സപ്പോർട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ലൈക്കായും അതുപോലെ തന്നെ കമൻറ്റായും വ്യൂസായും എല്ലാം നിങ്ങളുടെ സപ്പോർട്ട് രേഖപ്പെടുത്തി. അപ്പോൾ തീർച്ചയായും നിങ്ങൾ അതുപോലെ തന്നെ ഈ ഒരു കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. തീർച്ചയായും നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താം. കൃത്യമായും അതിന് ഞങ്ങളാൽ കഴിയുന്ന നിങ്ങളുടെ അറിവിൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് സമയബന്ധിതമായി അതിന് മറുപടി തരുന്നതാണ്. അതുപോലെ തന്നെ ഒരിക്കൽ കൂടി ഈ ഒരു കുഞ്ഞു ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഭാവിയിലെ എല്ലാ സിവിൽ പോലീസ് ഓഫീസർമാർക്കും ഒരു അഭിവാദ്യം നേർന്നുകൊണ്ട്, ആശംസ നേർന്നുകൊണ്ട് ഈ ഒരു വീഡിയോ നിർത്തുന്നു. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.